സ്നേഹമുള്ളവരെ, കേരളത്തിലെ സീറോ മലബാർ സഭ ദ്രുതഗതിയിൽ സമുദായവൽക്കരണം എന്ന ലക്ഷ്യവുമായി മുന്നോട്ട് പോവുകയാണ്. സീറോ മലബാർ സഭയുടെ സമുദായവൽക്കരണം എന്ന ആശയം അത്യന്തം അപകടകരമാണെന്നും ഇത് സഭയുടെ സ്വത്ത് പ്രതിസന്ധിയാണെന്നും അതല്ല അതിനേക്കാൾ അപ്പുറം ഒരു അസ്തിത്വ പ്രതിസന്ധിയാണെന്നും ഒരു വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഏതാനും നാളുകൾക്ക് മുമ്പാണ് ഒരു പുസ്തകം ശ്രദ്ധയിൽപ്പെട്ടത്. സമുദായ ശാക്തീകരണ വർഷം എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. ഒരു പുസ്തകമായിട്ടല്ല, ഒരു കൈപ്പുസ്തകമായിട്ടാണ് ആ പുസ്തകത്തെ സീറോ മലബാർ സഭ കാണുന്നത്. സമുദായ ശാക്തീകരണ വർഷത്തിൽ ചെയ്യേണ്ട പദ്ധതികളെപ്പറ്റിയും എന്താണ് സമുദായം എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നതിനെപ്പറ്റിയൊക്കെയാണ് ആ പുസ്തകത്തിൽ പ്രധാനമായും സൂചിപ്പിക്കുന്നത്. ആ പുസ്തകത്തിൽ ചരിത്രപരമായിട്ടുള്ള അവ്യക്തതകളുണ്ട്, പാതി സത്യങ്ങളുണ്ട്, ചില കാര്യങ്ങൾ അതിഭാവുകത്വത്തോടെ പറഞ്ഞിട്ടുണ്ട്, ദൈവശാസ്ത്രപരമായ ചില പ്രശ്നങ്ങളുണ്ട്, ബൈബിളിൻ്റെ ദർശനങ്ങളുമായി ചേർന്നു പോകാത്ത ചില കാര്യങ്ങളും അതിലുണ്ട്. അവയെപ്പറ്റി ഒന്നും ഇപ്പോൾ സൂചിപ്പിക്കാൻ ഞാൻ തയ്യാറാകുന്നില്ല. അതിനെപ്പറ്റി പിന്നീട് ഒരു വീഡിയോയിൽ നിങ്ങളോട് പങ്കുവെക്കുന്നതാണ്. ഇപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇങ്ങനെ ദ്രുതഗതിയിലുള്ള ഒരു സമുദായവൽക്കരണം നടത്തിയാൽ ഈ സഭാ സമൂഹത്തിനുണ്ടാകാൻ സാധ്യതയുള്ള സാമൂഹിക പ്രത്യാഘാതങ്ങളെക്കുറിച്ചാണ്. സീറോ മലബാർ സഭ ഇപ്പോൾ വിഭാവനം ചെയ്യുന്നത് സഭാ സമൂഹത്തെ ഒരു സമുദായ സമൂഹമാക്കി മാറ്റാനാണ്. ഇതൊരു ചെറിയ കാര്യമല്ല. സഭാ സമൂഹമെന്ന് പറയുന്ന ഒരു എൻറ്റിറ്റിയെ സമുദായ സമൂഹമെന്ന മറ്റൊരു എൻറ്റിറ്റിയാക്കി രൂപാന്തരപ്പെടുത്തുമ്പോൾ അല്ലെങ്കിൽ ട്രാൻസ്ഫോം ചെയ്യുമ്പോൾ പല സാമൂഹിക പ്രത്യാഘാതങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സഭയെ സമുദായവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് വിവിധ തരത്തിലുള്ള പദ്ധതികളാണ് ഈ കൈപ്പുസ്തകത്തിൽ ആവിഷ്കരിച്ചിട്ടുള്ളത്. 3 രീതിയിലാണ് തിരിച്ചിട്ടുള്ളത്. ഒന്ന്, ത്വരിതകാല പദ്ധതികൾ, ക്വിക്ക് ടൈം ഗോൾസ്. രണ്ടാമത്തേത് ഹ്രസ്വകാല പദ്ധതികൾ, ഷോർട്ട് ടൈം ഗോൾസ്. 3, ദീർഘകാല പദ്ധതികൾ അല്ലെങ്കിൽ ദീർഘകാല ലക്ഷ്യങ്ങൾ, ലോങ് ടൈം ഗോൾസ്. 5-10 വർഷങ്ങൾ കൊണ്ട് സഭാ സമൂഹത്തെ ഒരു സമുദായ സമൂഹമാക്കി മാറ്റുമ്പോൾ എന്തൊക്കെ സാമൂഹ്യ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാകാൻ സാധ്യതയുള്ളത് എന്ന് പഠിച്ചിട്ടുണ്ട്. ഈ സമൂഹം ഒരു സമുദായമാകുമ്പോൾ അതിൻ്റെ അതിനുണ്ടായിരിക്കേണ്ട പ്രത്യേകതകളെപ്പറ്റി ഈ പുസ്തകത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ സമുദായത്തിന് സ്വന്തമായ ഭാഷയുണ്ടാകും, ഭാഷ സുറിയാനി. അവർക്ക് മാത്രമായിട്ടുള്ള ഭക്ഷ്യ സംസ്കാരമുണ്ടാകും, ഭക്ഷണ സംസ്കാരമുണ്ടാകും. സുറിയാനി ക്രൈസ്തവരുടെ പ്രധാന ഭക്ഷണമായിട്ട് പറയുന്നത് പിടിയും കോഴിയിറച്ചിയുമാണ്. അവർക്ക് പ്രത്യേകമായിട്ടുള്ള വസ്ത്രമുണ്ടാകും. വസ്ത്രം സ്ത്രീകളുടെ മാത്രമേ സൂചിപ്പിച്ചിട്ടുള്ളൂ, അത് ചട്ടയും മുണ്ടുമാണ്. പുരുഷന്മാരുടെ വസ്ത്രത്തെപ്പറ്റി സൂചനയില്ല. ഇതുപോലെയുള്ള എല്ലാ സാംസ്കാരിക സാമുദായിക കാര്യങ്ങളിലും വസ്ത്രം എപ്പോഴും സ്ത്രീകൾക്ക് മാത്രമേ ഉള്ളൂ. അവരുടെ വസ്ത്രത്തെപ്പറ്റി മാത്രമേ സമുദായങ്ങൾക്കും മതങ്ങൾക്കും നിഷ്ഠയുള്ളൂ. പുരുഷന്മാരുടെ വസ്ത്രത്തെപ്പറ്റി സൂചിപ്പിച്ചിട്ടില്ല. അതൊരു മറ്റൊരു വിഷയമാണ്, ജെൻഡർ ഇഷ്യൂ ആണ്. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ, പ്രത്യേക ഭക്ഷണമുള്ള, പ്രത്യേക ഭാഷയുള്ള, പ്രത്യേക വസ്ത്രധാരണ രീതിയുള്ള, കൂട്ടത്തിൽ മറ്റ് ആചാര അനുഷ്ഠാനങ്ങളും ഒക്കെയുള്ള ഒരു പ്രത്യേക സമുദായമായി, കാസ്റ്റായി അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയായി, ഒരു ട്രൈബായി ഒക്കെ ഈ സമുദായത്തെ മാറ്റുമ്പോൾ ഭാവിയിൽ എന്ത് പ്രതിസന്ധി ഉണ്ടാകും എന്നതിനെപ്പറ്റിയുള്ള പഠനമാണ് നടത്തേണ്ടത്. നാളെ ഈ സമൂഹം കേരള സമൂഹത്തിൽ അന്യവൽക്കരിക്കപ്പെടുമോ? മറ്റുള്ളവരാൽ ഒറ്റപ്പെടുത്തപ്പെടുമോ? നമ്മുടെ വരും തലമുറയ്ക്ക് ഇത് ഗുണമാകുമോ ദോഷമാകും? ലോകത്തിൽ ധാരാളം ട്രൈബുകൾ ഇല്ലാതാകുന്നതിനെ പറ്റി പറയുന്നുണ്ട്. മോസ്റ്റ് വൾണറബിൾ ട്രൈബ്സ് പട്ടികയിൽ 196ഓളം ട്രൈബുകളുണ്ട്. ഒരുപാട് ട്രൈബുകൾ ഇന്ത്യയിലുമുണ്ട്. സ്വന്തം സമൂഹത്തിൻ്റെ ട്രൈബിൻ്റെ ചട്ടക്കൂടിലേക്ക് ഒതുങ്ങി ഇല്ലാതായ ഒരുപാട് സമൂഹങ്ങൾ അങ്ങനെയുണ്ട്. സാമൂഹിക ആഘാത പഠനം നടത്താതെ ഒരു പ്രൊജക്റ്റ് ഇംപ്ലിമെൻ്റ് ചെയ്താൽ എന്ത് അപകടമാണ് സംഭവിക്കുക? ഇന്ന് അങ്ങനെ അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് ഒരു പാലം പണിതാൽ പോലും
സർക്കാരുകൾ സോഷ്യൽ ഇമ്പാക്റ്റ് അനാലിസിസ് നടത്താറുണ്ട്. വലിയ ഏജൻസികളാണ് അപ്രകാരമുള്ള സോഷ്യൽ ഇമ്പാക്റ്റ് അനാലിസിസ് നടത്തുന്നത്. ഒരു പാലം പണിതാൽ, ഒരു പുതിയ റോഡ് വന്നാൽ, അല്ലെങ്കിൽ ഒരു റെയിൽവേ സംവിധാനം വന്നാൽ, എന്തും ആവട്ടെ, അങ്ങനെയൊക്കെ വരുമ്പോൾ അത് എങ്ങനെ അവിടുത്തെ സമൂഹത്തിൻ്റെ ജീവിതത്തെ ബാധിക്കും, അല്ലെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നതിനെപ്പറ്റി മുൻകൂട്ടി നടത്തുന്ന പഠനമാണ് സോഷ്യൽ ഇമ്പാക്റ്റ് അനാലിസിസ്. അപ്പോൾ ഈ സഭയെ സമുദായമാക്കി മാറ്റുമ്പോൾ വേണ്ടത്ര സോഷ്യൽ ഇമ്പാക്റ്റ് അനാലിസിസ് നടത്തിയില്ല എങ്കിൽ അത് വലിയ അപകടമാണ്. അങ്ങനെ ലോകത്തിൽ വലിയ അബദ്ധങ്ങളും അപകടങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഒരു ക്ലാസിക് എക്സാമ്പിൾ കാനഡയിലെ റെസിഡൻഷ്യൽ സ്കൂൾ പ്രശ്നമാണ്. 1870 കാനഡയിലെ ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ ഒരു പുതിയ പോളിസി ഉണ്ടാക്കി. അവിടുത്തെ ട്രൈബൽ കുട്ടികളെ അല്ലെങ്കിൽ ആദിവാസികളെ റെസിഡൻഷ്യൽ സ്കൂളിലേക്ക് കൊണ്ടുവന്ന് അവരെ പരിഷ്കൃതരാക്കി മാറ്റുക എന്നൊരു പദ്ധതി. ആ കുട്ടികളെ ഏകദേശം 1,50,000 കുട്ടികളെ അവരുടെ മാതാപിതാക്കളിൽ നിന്ന്, അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് ബലം പിടിച്ച് വേർപെടുത്തി റെസിഡൻഷ്യൽ സ്കൂളിൽ കൊണ്ടുവരിക. സർക്കാരിൻ്റെ ലക്ഷ്യം നല്ലതായിരുന്നു. കത്തോലിക്ക സഭയാണ് കൂടുതൽ സ്കൂളുകൾ നടത്തിയത്, ഏകദേശം 60% സ്കൂളുകൾ. മറ്റ് സഭകളും ആംഗ്ലിക്കൻ, പ്രസ്ബിറ്റേറിയൻ സഭകളുമൊക്കെ സ്കൂളുകൾ നടത്തിയിരുന്നു. പക്ഷേ ഈ പദ്ധതി ഒരു വൻ പരാജയമായി. 1990 ആയപ്പോഴത്തേനും ഈ പദ്ധതിക്കെതിരെ വലിയ മുറവിളികളുണ്ടായി. പദ്ധതി സ്റ്റോപ്പ് ചെയ്തു. 5000-ലധികം കുട്ടികളാണ് ഈ റെസിഡൻഷ്യൽ സ്കൂളുകളിൽ മരണമടഞ്ഞത്. അവരുടെ എൻവയൺമെൻറ്റിൽ നിന്ന്, അവരുടെ ആവാസ വ്യവസ്ഥയിൽ നിന്ന് ബലം പ്രയോഗിച്ച് വേർപെടുത്തി മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയി അവരെ വളർത്താൻ ശ്രമിച്ചപ്പോൾ അതവർക്ക് മാനസികമായും ശാരീരികമായും വലിയ പ്രത്യാഘാതങ്ങളുണ്ടായി. ഗവൺമെൻറ് അതിനെപ്പറ്റി പഠിച്ചിരുന്നില്ല. ഒരുപാട് കുട്ടികൾ മരിച്ചു പോവുകയും 5000 എന്നുള്ളൊരു കണക്ക് ഏകദേശം പുറത്തു വന്നിട്ടുണ്ട്. പക്ഷെ അതിൽ കൂടുതലാണ് മരണസംഖ്യ എന്നാണ് പറയുന്നത്. കുട്ടികളിൽ അത് വലിയ ഡ്രൗമിയായിട്ട് മാറി. 2015 കാനഡ ഗവൺമെൻറ് ഒരു ട്രൂത്ത് ആൻഡ് ജസ്റ്റിസ് കമ്മീഷൻ രൂപീകരിക്കുകയും 90,000-ഓളം പേര് മുന്നോട്ട് വന്ന് തങ്ങളുടെ പരാതികൾ സമർപ്പിക്കുകയും ചെയ്തു. നിർഭാഗ്യവശാൽ ഇതിൻ്റെ കുറ്റം മുഴുവനും കത്തോലിക്ക സഭയുടെ മേൽ കെട്ടിവെക്കുകയും മുഴുവൻ കുറ്റവും സഭയുടേതാക്കി വരുത്തി തീർക്കുകയൊക്കെ ചെയ്തു. മാർപ്പാപ്പയ്ക്ക് അവിടെ പോയി മാപ്പ് പറയേണ്ടി വന്നു. 2022 മാർപ്പാപ്പ കാനഡയിൽ ചെന്ന് പരസ്യമായി മാപ്പ് പറഞ്ഞു. ഒരുപക്ഷെ ചില സഭാ സ്കൂളുകൾക്കൊക്കെ പിഴവുകൾ വന്നിട്ടുണ്ടാകും. പക്ഷേ ലോകത്തിന് മുമ്പിൽ മുഴുവൻ കുറ്റവും നമ്മൾ ഏറ്റെടുക്കേണ്ടി വന്നു. അത് മറ്റൊരു രാഷ്ട്രീയ വിഷയമാണ്. ഇപ്പം ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, ഒരു നല്ല കാര്യം, അതായത് ട്രൈബൽ കുട്ടികളെ അല്ലെങ്കിൽ അവിടുത്തെ ആദിവാസി വിഭാഗത്തിലുള്ള കുട്ടികളെ പരിഷ്കൃതരാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി, അവർക്ക് ഇംഗ്ലീഷ് പഠിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി, സമൂഹത്തിന് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടി സർക്കാർ ആരംഭിച്ച ഒരു പദ്ധതി വേണ്ടത്ര സോഷ്യൽ ഇമ്പാക്റ്റ് പഠനം നടത്താത്തതിൻ്റെ പേരിൽ വൻ പരാജയമായെന്ന് മാത്രമല്ല, അത് വലിയ ഒരു ദുരന്തമാവുകയും ചെയ്തു. ഇതാണ് ഈ സോഷ്യൽ ഇമ്പാക്റ്റ് അനാലിസിസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ഇപ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യം, സഭാ സമൂഹം വലിയ സമ്പന്നതയുള്ള, ആത്മീയ സമ്പത്തുള്ള ഒരു സമൂഹമാണ്. സഭാ സമൂഹം അത് ക്രിസ്തു സൂചിപ്പിക്കുന്ന ദൈവരാജ്യ സമൂഹമാണ്. ഈ ദൈവരാജ്യ സമൂഹത്തെയാണ് നമ്മൾ ബലം പ്രയോഗിച്ച് വിവിധ പദ്ധതികളിലൂടെ, അത് ക്വിക്ക് ടൈം ഗോൾസ്, ഷോർട്ട് ടൈം ഗോൾസ്, ലോങ് ടൈം ഗോൾസ് ഒക്കെ സെറ്റ് ചെയ്ത് നമ്മൾ മാറ്റാനായിട്ട് ശ്രമിക്കുന്നത്. അങ്ങനെ മാറ്റുമ്പോൾ ഇത് ഗുണമാകുമോ ദോഷമാകുമോ ദുരന്തമാകുമോ എന്നതിനെ പറ്റിയൊക്കെ എന്തെങ്കിലും പഠനം നമ്മൾ നടത്തിയിട്ടുണ്ടോ? ഈ കേരളത്തിൽ തന്നെ പ്രമുഖമായിട്ടുള്ള എത്രയോ സോഷ്യൽ ഏജൻസികളുണ്ട്, സഭയുടെ നേതൃത്വത്തിൽ തന്നെയുള്ള ഏജൻസികളുണ്ട്. അവരെ വെച്ച് എന്തെങ്കിലും പഠനം നടത്തിയിട്ടുണ്ടോ? ഇനി മറ്റൊന്ന്, ഒരു സ്പിരിച്വൽ ഇമ്പാക്റ്റ് അനാലിസിസ് നടത്തിയിട്ടുണ്ടോ? സോഷ്യൽ ഇമ്പാക്റ്റ് അനാലിസിസ് പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് സ്പിരിച്വൽ ഇമ്പാക്റ്റ് അനാലിസിസ്. നാളെ ഇത് സഭയുടെ ആത്മീയ സമ്പത്തിനെ വളർത്തുമോ അതോ ക്ഷയിപ്പിക്കുമോ? നമ്മൾ പഠിക്കേണ്ടതല്ലേ. വലിയ അപകടത്തിലേക്കാണോ നമ്മൾ പോകുന്നത്? അതിനെപ്പറ്റി പഠനം നടത്തിയിട്ടുണ്ടോ? അതാണ് എനിക്ക് ചോദിക്കാനായിട്ടുള്ളത്. സഭാ സമൂഹത്തെ ഒരു സമുദായ സമൂഹമായി,
അല്ലെങ്കിൽ ഒരു കാസ്റ്റായി, ഒരു ട്രൈബായി രൂപാന്തരപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ഭാവിയിൽ വരാൻ സാധ്യതയുള്ള അപകടങ്ങളെപ്പറ്റി അല്ലെങ്കിൽ ഭവിഷ്യത്തുകളെപ്പറ്റി വേണ്ടത്ര പഠനം നാം നടത്തിയിട്ടുണ്ടോ? സോഷ്യൽ ഇമ്പാക്റ്റ് അനാലിസിസ് നടത്തിയിട്ടില്ല എങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഇതുവരെ ആരംഭിച്ചിട്ടുള്ള എല്ലാ പദ്ധതികളും പെട്ടെന്ന് നിർത്തിവെച്ച് പഠനം നടത്തിയിട്ട് മാത്രമേ മുന്നോട്ട് പോകാവൂ. ചരിത്രം നമ്മെ പഠിപ്പിക്കുന്ന അതാണ്. ചരിത്രത്തിൽ നിന്ന് പാഠം പഠിച്ച് നമ്മൾ തിരുത്തിയില്ല എങ്കിൽ വരും തലമുറയ്ക്ക് അത് വലിയ ദുരന്തമായി മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. നന്ദി.